നമ്മുടെ റോഡുകളിലൂടെ വാഹനം ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആരൊക്കെയാണ് ഇതിന് കാരണം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ 2 വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടുനോക്കുക. സോ ഈ കേസിലെ മൂന്നാം പ്രതി ഓട്ടോറിക്ഷകളാണ്. ഓട്ടോറിക്ഷ വളരെ മെല്ലെ പോകുന്നൊരു വാഹനമാണ്. അതിനൊരു കാരണമുള്ളത് ഓട്ടോറിക്ഷകൾക്കുള്ള സ്പീഡ് ലിമിറ്റ് മറ്റു വാഹനങ്ങളെക്കാളും കുറവാണ്. സോ അതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ നിയമപരമായി അവർക്ക് ഓടിക്കാൻ പറ്റില്ല. അടുത്തൊരു കാരണം, കാലിയായി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് വഴിയരികിൽ നിന്നായിരിക്കും ഇവർക്കൊരു ഓട്ടം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വഴിയരികിൽ ഒരാൾ കൈ കാണിക്കുമ്പോൾ നിർത്തണമെങ്കിൽ സ്പീഡ് കുറച്ച് തന്നെ ഓടിച്ചു പോകണം. സോ ഇതൊക്കെ കാരണം വളരെ മെല്ലെ പോകുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. പക്ഷെ അങ്ങനെ മെല്ലെ പോകുന്ന ഒരു വാഹനം നമ്മുടെ ട്രാഫിക്കിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. രാവിലെ ജോലിക്ക് സ്വന്തം വണ്ടി ഓടിച്ച് പോകുന്നവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. നമ്മുടെ റോഡുകളിൽ രാവിലെ നമുക്ക് കാണാവുന്നത് കുറേ വാൽനക്ഷത്രങ്ങളെയാണ്. ഈ വാൽനക്ഷത്രങ്ങളുടെ മുന്നിൽ മെല്ലെ പോകുന്നൊരു വാഹനം ഉണ്ടാവും. അതിൻ്റെ വാല് പോലെ വേറെ കുറേ വാഹനങ്ങളുണ്ടാവും. നമ്മൾ ഈ വാൽനക്ഷത്രത്തിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഓരോ വാഹനങ്ങളെയായി ഓവർടേക്ക് ചെയ്ത് ഇതിന് രക്ഷപ്പെടണം. എന്നിട്ട് കുറച്ച് ദൂരം ഓടിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത വാൽനക്ഷത്രത്തിൻ്റെ പിന്നിൽ പോയി പെടും. അവിടെയും ഓരോന്നിനും ഓവർടേക്ക് ചെയ്ത് പോകണം. സോ രാവിലെ ജോലിക്കും അതുപോലെ വൈകിട്ട് തിരിച്ചുമുള്ള യാത്ര എന്ന് പറയുന്നത് ഇത്തരം വാൽനക്ഷത്രങ്ങളിൽ നിന്നും വാൽനക്ഷത്രങ്ങളിലേക്കുള്ളൊരു യാത്രയാണ്. ഈ വാൽനക്ഷത്രങ്ങളെ നോക്കിയാൽ അറിയാം, മുന്നിൽ പലപ്പോഴും പോകുന്നത് ഒന്നുകിൽ ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ബസ്സോ ആയിരിക്കും. സോ ഇവിടെയാണ് ഈ മെല്ലെ പോകുന്ന ഓട്ടോറിക്ഷ കൊണ്ടുള്ള കുഴപ്പം. ഇങ്ങനെ സ്ലോ മൂവിങ് ആയിട്ടുള്ളൊരു വാഹനം ട്രാഫിക്കിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇത്തിരി വലിപ്പമുള്ളൊരു വാഹനമാണ് ഈ ഓട്ടോറിക്ഷ. ഡീസൽ ഓട്ടോ ഒക്കെ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അതിന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ കുറച്ചധികം സ്പേസ് നമുക്ക് റോട്ടിൽ കിട്ടണം. അപ്പോൾ അങ്ങനെ സ്ലോ മൂവിങ് ആയിട്ടൊരു വാഹനം വരുമ്പോൾ ടോട്ടൽ ട്രാഫിക് സ്ലോ ആവും. അത് ബാക്കി വാഹനങ്ങളെ എല്ലാവരെയും ബാധിക്കും. ഇതാണ് ഓട്ടോറിക്ഷകൾ കാരണം നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ചെയ്യാവുന്നത്, എപ്പോഴും നിങ്ങളുടെ റിയർ വ്യൂ മിറർ ചെക്ക് ചെയ്യുക. പിന്നിലൊരു വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. സോ അങ്ങനെ നമ്മുടെ റോഡിനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നിൽ വരുന്ന വാഹനങ്ങളെയും കൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസൊക്കെ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇവരെ കൊണ്ടുള്ള അടുത്ത പ്രശ്നം, നമ്മളെപ്പോഴും പറയും ഓട്ടോറിക്ഷകൾ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കാറില്ല. ഇത് പൊതുവെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് എതിരെ പറയുന്നൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ബൈക്കിൽ നിന്ന് വീഴുന്നത് ഇൻഡിക്കേറ്റർ ഇടാതെ തിരിഞ്ഞ ഒരു ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്തപ്പോഴാണ്. ആ ഒരു ഓട്ടോറിക്ഷ സ്ലോ ചെയ്തു, ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്തു, പെട്ടെന്ന് ഇത് വലത്തോട്ട് ഇടിച്ചു. ഞാൻ ഇടിക്കാതിരിക്കാൻ തിരിച്ചു, വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീണു. ഇത് എനിക്ക് പറ്റിയത് ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്ന പല ആക്സിഡൻറ്റുകളും ലൈവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. റോട്ടിൽ നിൽക്കുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ഒരു സിഗ്നലും കൊടുക്കാതെ തിരിയും. പിന്നിൽ വരുന്ന വാഹനം അതറിയില്ല, അവർ നേരെ കൊണ്ടിടിക്കും. ഇത് ഏത് വാഹനമായാലും നിങ്ങളുടെ പിന്നിൽ വരുന്ന ഒരാൾക്ക് നിങ്ങൾ തിരിയാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയിച്ചില്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്നൊരു ചതിയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന മുന്നിലുള്ള വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് എത്തുകയാണെങ്കിൽ അവർ സ്ലോ ചെയ്തു അല്ലെങ്കിൽ നിർത്താൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ തിരിയാൻ പോകുന്നത് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ പിന്നിൽ വരുന്ന ആൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്നൊരു വാഹനം ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിരിക്കില്ല. പെട്ടെന്ന് നിങ്ങളിങ്ങനെ വെട്ടിച്ച് തിരിക്കുന്ന സമയത്ത് പിന്നിൽ വരുന്ന ആൾ ഒന്നുകിൽ അതിലിടിക്കും, ഇല്ലെങ്കിൽ നിങ്ങളെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച് തിരിച്ച് വേറെ ആക്സിഡൻറ്റിൽ പോയി പെടും. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്ക് ഇൻഡിക്കേറ്റർ ഇടുക എന്ന് പറയുന്നത് അയാളുടെ കൈ ഓൾറെഡി ഹാൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഈ തള്ളവിരലുകൊണ്ട് ഇത് ഇങ്ങനെയോ ആക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഇൻഡിക്കേറ്റർ ഇടാം. അത്രയും ചെറിയൊരു കാര്യം ചെയ്താൽ മതി, പിന്നിൽ വരുന്ന ആൾക്ക് ഈ വാഹനം തിരിയാൻ പോകുമെന്ന് മനസ്സിലാവും, അപകടം ഒഴിവാക്കാൻ പറ്റും. സോ ആ ഒരു ചെറിയ കാര്യം ഓട്ടോ ഡ്രൈവർമാർ ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സേഫായിട്ട് റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. ഇനി അടുത്ത പ്രശ്നം, ഞാനിപ്പോൾ പറഞ്ഞത് ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്നതാണ്. പക്ഷേ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിക്കുന്ന ഓട്ടോയും അപകടം തന്നെയാണ്. പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കുന്നത്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവർ ഇൻഡിക്കേറ്റർ ഇട്ടാൽ പിന്നിൽ വരുന്ന എല്ലാ വണ്ടിയും സഡൻ ബ്രേക്ക് ഇട്ട് തനിയെ നിൽക്കും എന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ വാഹനങ്ങൾക്ക് അങ്ങനെ ഒരു ടെക്നോളജി ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളിരുന്ന് ഇൻഡിക്കേറ്റർ കണ്ട് ഡ്രൈവർ സഡൻ ബ്രേക്ക് ചെയ്താലേ ആ വാഹനം നിൽക്കുകയുള്ളൂ. ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കുമ്പോൾ ചിലപ്പോൾ ഇത് യൂ ടേൺ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇവർ മഴയോ വെയിലോ കൊള്ളാതിരിക്കാൻ വേണ്ടി സൈഡ് കെട്ടി മറിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്നു, തിരിച്ച് കഴിഞ്ഞിട്ടാണ് തല പുറത്തിട്ട് നോക്കുന്നത്. അപ്പോഴേക്കും ഇടിക്കാറായിട്ടുണ്ടാവും വണ്ടി, ഇല്ലെങ്കിൽ അവർ വെട്ടിച്ച് തിരിച്ച് അവർക്ക് വേറെ അപകടം പറ്റിയിട്ടുണ്ടാവും. സോ ഓട്ടോറിക്ഷ തിരിക്കുമ്പോൾ എന്തായാലും റിയർ വ്യൂ മിറർ ചെക്ക് ചെയ്യുക. പിന്നിലെ വാഹനങ്ങളുണ്ടെങ്കിൽ അത് കടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുക. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് അത് ബാക്കിലെ വാഹനം കണ്ട് നിർത്തിയതിന് ശേഷം മാത്രം തിരിക്കുക. സോ ഇനിയുള്ള പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ പിന്നിൽ വാഹനം വരുന്നത് കാണണം എന്നുള്ളത്. ഈ വലിയ ഡീസൽ ഓട്ടോറിക്ഷകളുടെ ഷേപ്പിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെ കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ വാഹനത്തിൻ്റെ റിയർ വ്യൂ മിറർ കാണാനെങ്കിലും പറ്റണം. എന്നാലല്ലേ ആ റിയർ വ്യൂ മിററിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുള്ളൂ, ഡ്രൈവർക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വലിയ ഡീസൽ ഓട്ടോകളുടെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മുന്നിൽ വീതി കുറവും പിന്നിൽ വീതി കൂടുതലാണ്. ഈ മുന്നിൽ വീതി കുറവുള്ള ഭാഗത്താണ് ഇവരുടെ റിയർ വ്യൂ മിറർ ഇരിക്കുന്നത്.
ആ മിററിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ വീതി കൂടിയ പിൻഭാഗം മറയ്ക്കും. സോ ഇതിൻ്റെ പിന്നിൽ വരുന്ന വാഹനത്തിനെ ഇവർക്ക് ഈ റിയർ വ്യൂ മിററിൽ നോക്കിയാൽ പോലും കാണില്ല. ഇത് വലിയൊരു അപകടമാണ്. എങ്ങനെയാണ് ഇത്തരം വാഹനങ്ങൾ ഇന്ത്യയിൽ റോഡ് ലീഗലായിട്ട് ഇപ്പോഴും ഓടുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഡിസൈനിൽ തന്നെ പ്രശ്നമുണ്ട്. വലിയ ഡീസൽ ഓട്ടോകളുടെ മെയിൻ പ്രശ്നം ഇതാണ്. ഈ ഒരു ഡിസൈൻ പ്രശ്നം ആദ്യം തന്നെ പരിഹരിക്കണം. എന്നാലല്ലേ ഓടിക്കുന്ന ആൾക്ക് പിന്നിൽ വാഹനം വരുന്നുണ്ടെന്നെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. വരുന്നത് അറിഞ്ഞാലല്ലേ ഇവർ ഇൻഡിക്കേറ്റർ ഇടുകയും തിരിയുകയൊക്കെ ചെയ്യുന്നത്, അതിനനുസരിച്ച് ചെയ്യുള്ളൂ. പിന്നിലുള്ള വാഹനം കാണാൻ തന്നെ ഇല്ലെങ്കിൽ ഇവർ ഇത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചെറിയ ബ്ലൈൻഡ് സ്പോട്ടൊന്നുമല്ല, വളരെ വലിയ ബ്ലൈൻഡ് സ്പോട്ടാണ്. അത് ബാക്കി വാഹനങ്ങൾക്കും അപകടമാണ്. ഇനി നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഓട്ടോ ചെറിയ വീതി കുറഞ്ഞ റോഡിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഒരു വാഹനം പിന്നിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോക്കാർ സൈഡ് കൊടുക്കില്ല. അപ്പോൾ ഞാനൊരു ഓട്ടോ ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റോഡുകളുടെ ഹൈറ്റ് കൂടുതലും റോഡ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് അത്ര ബാലൻസ് ഇല്ലാത്തൊരു വാഹനമാണ്. അപ്പോൾ അത് റോട്ടിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ മറിയും. അങ്ങനെയാണെങ്കിൽ പിന്നിൽ വരുന്ന വാഹനത്തിനെ കടത്തി വിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് റോട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര ദൂരം ഈ റോഡ് ഇങ്ങനെയാണോ അത്രയും ദൂരം ഈ ഓട്ടോറിക്ഷയുടെ പിന്നിൽ തന്നെ പിന്നിൽ വരുന്ന വാഹനങ്ങൾ പോകേണ്ടി വരും. ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കാണണം. ഓട്ടോറിക്ഷയുടെ വീൽ എന്തായാലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ റോഡ് പണിയുന്ന സമയത്ത് ഇതിന് വല്ലാതെ ഹൈറ്റ് കൂടുന്നുണ്ടെങ്കിൽ സൈഡിൽ മണ്ണിട്ടിട്ടൊന്ന് നികത്തുകയാണെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് റോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് പിന്നത്തെ വണ്ടീനെ കടത്തി വിടാൻ പറ്റും. സോ ഇത് നമ്മുടെ റോഡിൻ്റെ പണിയിൽ വരുന്ന ഒരു പ്രശ്നമാണ്. ഇനി ഓട്ടോകളെ കൊണ്ടുള്ള അടുത്ത പ്രശ്നം, ചെറിയൊരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ബൈക്കിന് പോകാനുള്ള ഗ്യാപ്പ് കണ്ടാൽ തന്നെ ഓട്ടോ അവിടെ കൊണ്ട് കുത്തിക്കയറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലത്ത് ഇവർ പെട്ടെന്ന് കുത്തിക്കയറ്റിയിട്ട് പിന്നെ നമ്മൾ നിർത്തി കൊടുത്ത് ഇവരെ കടത്തി വിടേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടാവും. ഇത് മെയിൻ റോഡിലും ഉണ്ടാവാറുണ്ട്, സിറ്റികളിലും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓട്ടോറിക്ഷ മെല്ലെ പോകുന്നൊരു വാഹനമാണ്. അപ്പോൾ ഗ്യാപ്പുകളിലൊക്കെ ഇത്തരം സ്ലോ മൂവിങ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ട്രാഫിക്കിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ വേറൊരു വാഹനമാണ് മുന്നിലെങ്കിൽ അത് കുറച്ചുകൂടെ സ്പീഡിൽ ഓടിച്ച് പോയേനെ. പിന്നാലെ വരുന്ന ഈ ഒരു ഡീസൽ ഓട്ടോ മെല്ലെ വന്നാൽ മതി. പക്ഷേ ഡീസൽ ഓട്ടോ മുന്നിൽ കുത്തിക്കയറ്റി കയറി കഴിഞ്ഞാൽ പിന്നെ ആ വാഹനത്തിന് ബാക്കി എല്ലാവരും ഫോളോ ചെയ്യേണ്ടി വരും. അങ്ങനെ ടോട്ടൽ ട്രാഫിക് വളരെയധികം സ്ലോ ആവും. പിന്നെ ഈ ഗ്യാപ്പിൽ കുത്തിക്കയറ്റുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വാഹനങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടിലാണ് ഈ വാഹനം കയറുന്നതെങ്കിൽ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ഇതും ഇവരുടെ ഒരു ട്രാഫിക് ഡ്രൈവിംഗ് കൾച്ചറിൻ്റെ ഭാഗമാണ്. ആ ശീലവും ഒന്ന് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്ത പ്രശ്നം ഓട്ടോ സ്റ്റാൻഡുകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ചില വീതി കുറഞ്ഞ റോഡുകളുടെ സൈഡിലൊക്കെ ഇതേപോലെ ഓട്ടോ സ്റ്റാൻഡ് വരുമ്പോൾ അവിടുത്തെ ട്രാഫിക്കിനെ അത് ബാധിക്കാറുണ്ട്. റോങ് സൈഡിലേക്ക് തിരിച്ചിടുന്ന ചില ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്. പിന്നെ കടകളുടെ മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ കടകളിലേക്ക് ആൾക്കാർ വരുമ്പോൾ അവർക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. ഇനി ഓട്ടോക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടെങ്കിലേ അവർക്ക് ഓട്ടം കിട്ടുള്ളൂ. സോ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. സോ ഇതിനും ഒരു പ്രോപ്പർ സൊല്യൂഷൻ നമുക്ക് വേണം. കാരണം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വാഹനങ്ങൾ എല്ലാ ദിവസവും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിനനുസരിച്ച് ഇവിടുത്തെ റോഡൊന്നും വലുതാവുന്നില്ല. അപ്പോൾ ഉള്ള ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്കൊക്കെ ഇവിടെ സുഗമമായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത പ്രശ്നം ഓട്ടോകളെ കൊണ്ടുള്ളത് രാത്രികളിലാണ്. ഞാൻ ഒരിക്കൽ രാത്രി ബൈക്ക് ഓടിച്ച് വന്ന് ഒരു തിരിവ് തിരിഞ്ഞപ്പോൾ തൊട്ട് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ. പക്ഷേ ആ ഓട്ടോറിക്ഷ അവിടെ യു ടേൺ തിരിയാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പും ഒക്കെ രണ്ട് സൈഡിലേക്ക്, എനിക്ക് കാണാവുന്ന അതിൻ്റെ സൈഡ് മാത്രമാണ്. ഈ സൈഡ് മൊത്തം ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് കാണില്ല. ഇതൊരു പ്രശ്നമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മഞ്ഞയും കിളിപ്പച്ചയൊക്കെ കളറ് ഇതേപോലെ ഈ ഓട്ടോറിക്ഷയുടെ കവറിന് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും CNG ഓട്ടോറിക്ഷയുടെ കവറിന് വേറെ കളറാണ്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള രാത്രി കാണാൻ പറ്റുന്നൊരു കളറാണെങ്കിൽ രാത്രി വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വിസിബിലിറ്റി കുറവുള്ള സമയത്ത്, ഒരു മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്തും ഈ ഓട്ടോറിക്ഷയെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗ്രാമപ്രദേശങ്ങളിലും ഇടവഴികളിലും അധികം ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇനി മഴക്കാലത്തൊക്കെ ഇത് മൊത്തം ഡാർക്ക് ആയതുകൊണ്ടും ഇതേപോലെ തിരിക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റോ ടെയിൽ ലാമ്പോ കാണാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റാതെ ഇത്തരം വാഹനങ്ങളിൽ പോയി ഇടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഇതിന് കൊണ്ടുവരികയാണെങ്കിൽ മൊത്തത്തിൽ ബാക്കി വാഹനങ്ങൾക്കും ഈ ഓട്ടോറിക്ഷയ്ക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റും. ഇനി അടുത്ത പ്രശ്നം, കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. ഒരു ഓട്ടോറിക്ഷ എനിക്ക് നേരെ വരുന്നുണ്ട്. ഇതിൽ ഇഷ്ടം പോലെ ലൈറ്റാണ്. നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിന് കൃത്യമായ റെഗുലേഷൻസ് ഉണ്ട്. ഒരു ഫോഗ് ലാമ്പ് എക്സ്ട്രാ വെച്ചാൽ തന്നെ സ്വകാര്യ വാഹനങ്ങൾക്ക് ഫൈൻ കിട്ടാറുണ്ട്. ചില വാഹനങ്ങൾക്ക് ഇപ്പോൾ വാഹനം ഇറക്കുമ്പോൾ കിട്ടുന്ന LED ലൈറ്റ് തന്നെ നമ്മൾ നേർക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എക്സ്ട്രാ ഫിറ്റിങ്സ് കൊണ്ടുള്ള പ്രശ്നം. അപ്പോൾ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സ് വെക്കുന്നത് പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷ കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പ്രത്യേകിച്ച് ടൗണിലേക്കൊന്നും അധികം പോവാതെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഓടുന്ന വാഹനങ്ങളാണ് ഇങ്ങനെ എക്സ്ട്രാ കുറേ ലൈറ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം, അവർക്ക് ഓടിക്കുന്ന ആൾക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ടാവും, പക്ഷേ എതിര് വരുന്ന ആൾക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലെ റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇത്തിരി കുഴി പോലെയാണ്.
അപ്പോൾ എതിരെ വണ്ടി വരുമ്പോൾ നമുക്ക് കറക്റ്റ് റോഡിൻ്റെ എഡ്ജ് കാണാൻ പറ്റിയില്ലെങ്കിൽ ടൂ വീലറിലൊക്കെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ട് മറിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. സോ ഈ എക്സ്ട്രാ ലൈറ്റുകൾ മൊത്തത്തിൽ അപകടകരമാണ് ബാക്കിയുള്ളവർക്ക്. അപ്പോൾ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുക, ഇല്ലെങ്കിൽ ബാക്കി എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അതൊന്ന് ഓഫാക്കി ഡിമ്മാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ ഓട്ടോറിക്ഷകളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് റോഡിൽ വാഹനം ഓടിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ ജില്ലയിലും ഓട്ടോ ഓടിക്കുന്ന എല്ലാവരും എന്തുകൊണ്ട് ഒരേപോലെ ഇത്തരം മിസ്റ്റേക്കുകൾ ചെയ്യുന്നു എന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പൊതുവായിട്ട് പറയാറുണ്ട് ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഇടാതെ തിരിക്കും, നിന്ന നിൽപ്പിൽ യൂ ടേൺ അടിക്കും. ഇതൊക്കെ നമ്മൾ വളരെ നോർമലൈസ് ചെയ്തു. അപ്പോൾ ഏത് ജില്ലയിലും ഓട്ടോ ഓടിക്കുന്ന ആൾക്കും ഓട്ടോക്കാരെ കുറിച്ചുള്ള ഇമേജ് ഇതാണല്ലോ, അപ്പോൾ എനിക്കിത് ചെയ്യാം എന്നൊരു തോന്നൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേസമയം കോഴിക്കോടത്തെ ഓട്ടോ ഡ്രൈവർമാരെ കുറിച്ച് നമ്മൾ നല്ലത് പറയാറുണ്ട്. അവരധികം പൈസ ഒന്നും മേടിക്കാറില്ല, കറക്റ്റ് മീറ്ററിൽ കാണുന്ന പൈസ മേടിക്കും എന്നുള്ളത്. അപ്പോൾ കോഴിക്കോട് ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഓടിക്കാൻ പോകുന്ന ഒരാളുടെ മുന്നിൽ ഈ ഒരു ഇമേജ് കിടപ്പുണ്ട്. ഇതിൽ നിന്ന് മാറി അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ സമഗ്രമായ ഒരു മാറ്റം വരണം. ഇവരുടെ മെൻറ്റാലിറ്റി തന്നെ മാറ്റിയെടുക്കണം. ഇതിനായിട്ട് നമുക്ക് ഇവരുടെ സംഘടനകളൊക്കെ കൂട്ടിന് വിളിക്കാം. അതായത് പല പാർട്ടികളുടെ പല സംഘടനകളുണ്ടല്ലോ. ഈ സംഘടനകൾ തമ്മിൽ, അവരുടെ അംഗങ്ങളെ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ പോലെ വയ്ക്കുക. ആരാണോ ഏറ്റവും നന്നായിട്ട് വാഹനം ഓടിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഏറ്റവും കുറവ് മിസ്റ്റേക്കുകൾ വരുത്തുന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു അവാർഡ് ഏർപ്പെടുത്തുക. അപ്പോൾ ഇവരുടെ മിസ്റ്റേക്കുകൾ മറ്റേ ടീമിലുള്ളവർ ചൂണ്ടിക്കാണിക്കും. അവർ ചൂണ്ടിക്കാണിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഇവർ മിസ്റ്റേക്ക് ഇല്ലാതെ ഓടിക്കും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ മിസ്റ്റേക്ക് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് നമുക്ക് കൂട്ടാൻ പറ്റും. ഞാൻ ഇൻഡിക്കേറ്റർ അത് തിരിഞ്ഞാൽ ഇത് ആര് കാണാനാ എന്നുള്ളൊരു ധൈര്യത്തിലാണല്ലോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. മറ്റേ ഓട്ടോ സ്റ്റാൻഡിലുള്ളവൻ കണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പോയിന്റ് കുറയും എന്ന് കാണുകയാണെങ്കിൽ ഇവർ ഈ ഒരു പരിപാടി നിർത്തും. സോ ഇങ്ങനെ കോമ്പറ്റീഷനിലൂടെ, ഒരു പ്രൈസ് വിന്നിങ്ങിലൂടെ, ഒരു ക്രെഡിറ്റ് പോയിന്റ് കൊടുക്കുന്നതിലൂടെ, ആ ഒരു രീതിയിലൊക്കെ ഇവരുടെ ടോട്ടൽ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുത്താലാണ് നമ്മളുടെ ഓട്ടോ ഡ്രൈവർമാരെ ഹാബിറ്റുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. അതെന്തായാലും കേരളത്തിൽ ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യത്തിൽ, റോഡ് നിറയെ വാഹനങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ, ഇത്രയും ആൾക്കാർ ആശ്രയിക്കുന്ന ഓട്ടോറിക്ഷകളുടെ ഇവരുടെ ഡ്രൈവിംഗ് രീതികളെ എന്തായാലും മാറ്റിയെടുക്കണം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഓട്ടോറിക്ഷകളെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിൽ മറ്റു വീഡിയോസ് കണ്ടുപോകുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.